ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ബെത്ലഹേം ചാനലിന്റെ ബൈബിൾ ക്വിസിലേക്ക് സ്വാഗതം. ഗലാത്യ 3-4 അധ്യായങ്ങൾ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള 25 ചോദ്യങ്ങളടങ്ങുന്ന ബൈബിൾ ക്വിസാണിത്. ക്വിസ് മോക്ക് ടെസ്റ്റ് പോലെ ചെയ്തു നോക്കാൻ 9287400403 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ആദ്യം കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് ആരംഭിക്കാം. അതിനാൽ വിശ്വാസമുള്ളവരാണ് ഡാഷ് മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗലാത്യ 3:7. ഓപ്ഷനുകൾ: എ ദാവീദിന്റെ, ബി ഇസഹാക്കിന്റെ, സി അബ്രാഹത്തിന്റെ, ഡി യാക്കോബിന്റെ. ശരിയായ ഉത്തരം സി അബ്രാഹത്തിന്റെ. നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. ഈ വാക്യം ഏതു പുസ്തകത്തിലേതാണ്? ഓപ്ഷനുകൾ: എ ഉൽപ്പത്തി 12:1, ബി സങ്കീർത്തനങ്ങൾ 23:1, സി ഗലാത്യ 3:11, ഡി റോമ 1:17. ശരിയായ ഉത്തരം സി ഗലാത്യ 3:11. അബ്രാഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടത് എന്താണ്? ഓപ്ഷനുകൾ: എ സുന്നത്ത് സ്വീകരിച്ചത്, ബി യാഗങ്ങൾ അർപ്പിച്ചത്, സി നിയമം അനുസരിച്ചത്, ഡി ദൈവത്തെ വിശ്വസിച്ചത്. ശരിയായ ഉത്തരം ഡി ദൈവത്തെ വിശ്വസിച്ചത്. വിശ്വാസം ആവിർഭവിക്കുന്നതിനു മുമ്പ് നമ്മൾ ആരുടെ കാവലിലായിരുന്നു? ഓപ്ഷനുകൾ: എ നിയമത്തിന്റെ, ബി പ്രവാചകന്മാരുടെ, സി ശരീരത്തിന്റെ, ഡി രാജാക്കന്മാരുടെ. ശരിയായ ഉത്തരം എ നിയമത്തിന്റെ. നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത ദൈവം ആരെയാണ് അറിയിച്ചത്? ഓപ്ഷനുകൾ: എ പൗലോസിനെ, ബി ഇസഹാക്കിനെ, സി മോശയെ, ഡി അബ്രാഹത്തെ. ശരിയായ ഉത്തരം ഡി അബ്രാഹത്തെ. നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചതാരാണ്? ഓപ്ഷനുകൾ: എ മോശ, ബി മാലാഖമാർ, സി ക്രിസ്തു, ഡി അബ്രാഹം. ശരിയായ ഉത്തരം സി ക്രിസ്തു. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തുവിലൂടെ ആരിലേക്ക് വ്യാപിക്കാനാണ് സംഭവിച്ചത്? ഓപ്ഷനുകൾ: എ ഫരിസേയരിലേക്ക്, ബി യഹൂദരിലേക്ക്, സി ശിഷ്യന്മാരിലേക്ക്, ഡി വിജാതീയരിലേക്ക്. ശരിയായ ഉത്തരം ഡി വിജാതീയരിലേക്ക്. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും മറ്റാർക്കുമാണ്? ഓപ്ഷനുകൾ: എ അവന്റെ മക്കൾക്ക്, ബി അവന്റെ ഭാര്യയ്ക്ക്, സി അവന്റെ സന്തതിക്ക്, ഡി അവന്റെ സന്തതികൾക്ക്. ശരിയായ ഉത്തരം സി അവന്റെ സന്തതിക്ക്. അബ്രാഹത്തിന് വാഗ്ദാനം ലഭിച്ച് എത്ര വർഷം കഴിഞ്ഞാണ് നിയമം നിലവിൽ വന്നത്? ഓപ്ഷനുകൾ: എ 200 വർഷം, ബി 100 വർഷം, സി 430 വർഷം, ഡി 500 വർഷം. ശരിയായ ഉത്തരം സി 430 വർഷം. പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണെങ്കിൽ അതെന്തിൽ നിന്നായിരിക്കുകയില്ല? ഓപ്ഷനുകൾ: എ ഉടമ്പടിയിൽ, ബി നീതിയിൽ, സി വിശ്വാസത്തിൽ, ഡി വാഗ്ദാനത്തിൽ. ശരിയായ ഉത്തരം ഡി വാഗ്ദാനത്തിൽ. നിയമം ആരു വഴിയാണ് വിളംബരം ചെയ്യപ്പെട്ടത്? ഓപ്ഷനുകൾ: എ സ്ലീഹന്മാർ വഴി, ബി രാജാക്കന്മാർ വഴി, സി ദൈവദൂതന്മാർ വഴി, ഡി പ്രവാചകൻ വഴി. ശരിയായ ഉത്തരം സി ദൈവദൂതന്മാർ വഴി. ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം നമുക്ക് ആരായിരുന്നു? ഓപ്ഷനുകൾ: എ സ്നേഹിതൻ, ബി പാലകൻ, സി ശത്രു, ഡി യജമാനൻ. ശരിയായ ഉത്തരം ബി പാലകൻ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ആരാണ്? ഓപ്ഷനുകൾ: എ ശിഷ്യന്മാരാണ്, ബി ദൈവപുത്രന്മാരാണ്, സി അടിമകളാണ്, ഡി പ്രവാചകന്മാരാണ്. ശരിയായ ഉത്തരം ബി ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചവർ ആരെയാണ് ധരിച്ചിരിക്കുന്നത്? ഓപ്ഷനുകൾ: എ ആത്മാവിനെ, ബി നിയമത്തെ, സി ക്രിസ്തുവിനെ, ഡി മാലാഖയെ. ശരിയായ ഉത്തരം സി ക്രിസ്തുവിനെ. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ്? ഓപ്ഷനുകൾ: എ മോശയുടെ, ബി യാക്കോബിന്റെ, സി പൗലോസിന്റെ, ഡി അബ്രാഹത്തിന്റെ. ശരിയായ ഉത്തരം ഡി അബ്രാഹത്തിന്റെ. പിന്തുടർച്ചാവകാശി ബാലനായിരിക്കുന്നിടത്തോളം കാലം ആരിൽ നിന്ന് വിഭിന്നനല്ല? ഓപ്ഷനുകൾ: എ കാര്യസ്ഥനിൽ നിന്ന്, ബി അടിമയിൽ നിന്ന്, സി പിതാവിൽ നിന്ന്, ഡി യജമാനനിൽ നിന്ന്. ശരിയായ ഉത്തരം ബി അടിമയിൽ നിന്ന്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം ആരെയാണ് അയച്ചത്? ഓപ്ഷനുകൾ: എ തന്റെ പുത്രനെ,
ബി ദൈവദൂതനെ, സി മോശയെ, ഡി ഏലിയാവിനെ. ശരിയായ ഉത്തരം എ തന്റെ പുത്രനെ. ക്രിസ്തുവിനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് ക്രിസ്തു ആർക്കധീനനായി ജനിച്ചു? ഓപ്ഷനുകൾ: എ ലോകത്തിന്, ബി നിയമത്തിന്, സി പ്രകൃതിക്ക്, ഡി സഭയ്ക്ക്. ശരിയായ ഉത്തരം ബി നിയമത്തിന്. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന ആത്മാവിനെ ദൈവം എവിടേക്കാണ് അയച്ചത്? ഓപ്ഷനുകൾ: എ ആകാശത്തേക്ക്, ബി നമ്മുടെ ഹൃദയത്തിലേക്ക്, സി ലോകത്തിലേക്ക്, ഡി സഭയിലേക്ക്. ശരിയായ ഉത്തരം ബി നമ്മുടെ ഹൃദയത്തിലേക്ക്. ഗലാത്യക്കാർ പൗലോസിനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഓപ്ഷനുകൾ: എ ശത്രുവായി, ബി സാധാരണക്കാരനായി, സി ദൈവദൂതനെപ്പോലെ, ഡി ദാസനായി. ശരിയായ ഉത്തരം സി ദൈവദൂതനെപ്പോലെ. ക്രിസ്തു നിങ്ങളിൽ രൂപം കൊള്ളുന്നതുവരെ പൗലോസ് വീണ്ടും എന്തനുഭവിക്കുന്നു? ഓപ്ഷനുകൾ: എ മനോവിഷമം, ബി സന്തോഷം, സി ഈട്ടുനോവ്, ഡി പീഡനം. ശരിയായ ഉത്തരം സി ഈട്ടുനോവ്. ഹാഗാർ ഏതു മലയെയാണ് പ്രതീകപ്പെടുത്തുന്നത്? ഓപ്ഷനുകൾ: എ ഒലിവുമല, ബി ഹോറേബ് മല, സി താബോർ മല, ഡി സീനായ് മല. ശരിയായ ഉത്തരം ഡി സീനായ് മല. ഹാഗാർ ഏതു നഗരത്തിന്റെ പ്രതീകമാണ്? ഓപ്ഷനുകൾ: എ നസ്രായം, ബി ബാബിലോൺ, സി റോമ, ഡി ഇന്നത്തെ ജെറുസലേം. ശരിയായ ഉത്തരം ഡി ഇന്നത്തെ ജെറുസലേം. സ്വർഗീയ ജെറുസലേമിന് പൗലോസ് നൽകുന്ന വിശേഷണം എന്താണ്? ഓപ്ഷനുകൾ: എ അടിമ, ബി സ്വതന്ത്ര, സി കന്യക, ഡി ദാസി. ശരിയായ ഉത്തരം ബി സ്വതന്ത്ര. ഹാഗാറിന്റെയും സാറായുടെയും പുത്രന്മാരിൽ ആരാണ് വാഗ്ദാനപ്രകാരം ജനിച്ചത്? ഓപ്ഷനുകൾ: എ ഹാഗാറിന്റെ പുത്രൻ, ബി അടിമയുടെ പുത്രൻ, സി സ്വതന്ത്രയുടെ പുത്രൻ, ഡി ഇസ്മായേൽ. ശരിയായ ഉത്തരം സി സ്വതന്ത്രയുടെ പുത്രൻ. ക്വിസ് നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. തുടർന്നുള്ള ക്വിസുകൾ ലഭിക്കാൻ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെയോ നേരിട്ടോ അറിയിക്കുമല്ലോ. എല്ലാവർക്കും നന്ദി. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.